അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്ര പരമ്പര തുടരുകയാണ് കലിമാസ് ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അറിവ് കുറഞ്ഞ കാലഘട്ടത്തിൽ ഇത് എല്ലാവർക്കും ഉപകരിക്കും. കാരണം അറിവ് കുറഞ്ഞു എന്ന് പറയാൻ കാരണം ചരിത്രത്തെ ഇന്ന് പലരും വളച്ചൊടിച്ച് അറിയുന്നതിൽ നിന്ന് കൂട്ടിക്കുറച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ്. ഏതായാലും ആ വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താണ് നമുക്കിവിടെ സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ അറിയേണ്ടത്, അല്ലേ? ഈ മറിയം ബീവി റളിയല്ലാഹു അൻഹ ജനിക്കുകയാണ്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. പിതാവിനെ കാണാൻ ബീവിക്ക് സാധിച്ചിട്ടില്ല. ഹന്നക്ക് അത് ദുഃഖമായിരുന്നു എങ്കിലും മറിയം ജനിച്ചപ്പോൾ സന്തോഷമായി. നല്ലൊരു കുട്ടി, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന, നല്ല അഴകും ഭംഗിയുമൊക്കെയുള്ള നല്ല ഒരു മകള്. അങ്ങനെ അവൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവളുടെ മുതകുടി പ്രായങ്ങളൊക്കെ കഴിഞ്ഞു. ഏതായാലും നടക്കാൻ ആയി തുടങ്ങിയപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാം ആ കുട്ടിയെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോവുകയാണ്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവിടുത്തെ പരിചാരകന്മാരോടും പണ്ഡിതന്മാരോടൊക്കെ സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, നമ്മുടെ ഇങ്ങോട്ട് നേർച്ചയാക്കിയ മറിയം എന്ന കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്, അതിനാൽ നിങ്ങൾ അവളുടെ സംരക്ഷണം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുചെന്നപ്പോൾ അവർക്ക് വല്ലാത്ത ഒരു ആകാംക്ഷയായി എന്ന് മാത്രമല്ല, എല്ലാവരും കുട്ടിയെ ഏറ്റെടുക്കുവാൻ മുന്നോട്ട് വന്നു. വളരെ സന്തോഷപൂർവ്വം എന്ന് മാത്രമല്ല, വളരെ ആഗ്രഹപൂർവ്വം. ആ കുട്ടിയെ ഒന്ന് വളർത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. ചില കുട്ടികളെ കണ്ടാൽ നമുക്ക് ഏറ്റെടുക്കണം തോന്നും, ഒന്ന് എടുക്കണം തോന്നും, ഒന്ന് താലോലിക്കണം എന്നൊക്കെ തോന്നും. സർവ്വസാധാരണയാണ്. അങ്ങനെ എല്ലാവർക്കും ആവശ്യം, കുട്ടിയെ ഞാൻ വളർത്താം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മുന്നോട്ട് വരികയാണ്. ഈ സമയത്ത് അവിടുത്തെ കാര്യകർത്താവ്, ബൈത്തുൽ മുഖദ്ദസിൻ്റെ അന്നത്തെ കാര്യകർത്താവ് പറഞ്ഞു, നമുക്ക് ഒരു പണി ചെയ്യാം. എല്ലാവർക്കും കുട്ടിയെ വളർത്തണം എന്നുള്ള ആഗ്രഹമല്ലേ, ആർക്കാണത് കിട്ടുന്നത് എന്ന് നോക്കാൻ നമുക്ക് ഒരു പരീക്ഷണം നടത്താം, അള്ളാഹു തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും ജോർദാൻ നദിയുടെ തീരത്തേക്ക് വിളിച്ചു. ജോർദാൻ നദിയുടെ തീരത്ത് എല്ലാവരും കൂടി, കാണികളുമുണ്ട്, മത്സരക്കാരുമുണ്ട്. അങ്ങനെ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളുടെയൊക്കെ പേന ഈ ജോർദാൻ നദിയിൽ ഇടുക. ആരുടെ പേനയാണ് പൊന്തിക്കെടുക്കുന്നത് ആ ആൾക്ക് മറിയമിനെ വളർത്താം എന്ന് പറഞ്ഞു. എല്ലാവരും അത് സമ്മതിച്ചു. അങ്ങനെ ജോർദാൻ നദി തീരത്തേക്ക് വന്നു. അവിടെ വെച്ച് എല്ലാവരും പേന നദിയിലേക്ക് ഇട്ടു. അതിൽ സക്കരിയ നബിയുടെ പേന മാത്രം പൊന്തിക്കിടന്നു. സക്കരിയ നബിക്ക് മറിയം ബീവിയുടെ സംരക്ഷണം കിട്ടി. അങ്ങനെ മറിയം ബീവിയെ സംരക്ഷിക്കാനുള്ള അവകാശം സക്കരിയ നബിക്ക് മാത്രമായി. ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഒരു ഭാഗത്ത് കുട്ടിക്ക് വേണ്ടി ഒരു റൂം അറേഞ്ച് ചെയ്തിരുന്നു. ആ റൂമിൽ താമസിപ്പിച്ചു കുട്ടിയെ. രാവിലെ കൊണ്ടുവരും, വൈകുന്നേരം കൊണ്ടുപോകും വീട്ടിലേക്ക്. അങ്ങനെയൊക്കെയാണെങ്കിലും ഈ സക്കരിയ നബി അലൈഹി സ്വലാമിനിക്ക് മറിയമിനെ കണ്ടപ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാമിൻ്റെ ആഗ്രഹം കുറച്ച് അധികം ആയി. എന്താഗ്രഹം? തനിക്കൊരു കുഞ്ഞ് ഉണ്ടായില്ലല്ലോ, തനിക്കൊരു കുഞ്ഞ് ഉണ്ടാകണം റബ്ബേ, വേണം റബ്ബേ എന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ സക്കരിയ നബി അലൈഹി സ്വലാം രഹസ്യമായിക്കൊണ്ട് പ്രാർത്ഥനയ്ക്ക് ശക്തി കൂട്ടി. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ, എനിക്ക് പിൻഗാമിയായിക്കൊണ്ട് എനിക്കൊരു പുത്രനെ നീ തരണം. എൻ്റെ അതിയായ ആഗ്രഹമാണത്. എൻ്റെ പിന്തുടർച്ചയുള്ള ഒരു പുത്രനെ എനിക്ക് വേണം എന്നുള്ള എൻ്റെ ആഗ്രഹത്തെ നീ അംഗീകരിക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. സക്കരിയ നബിയുടെ ആ രഹസ്യ പ്രാർത്ഥന, ശക്തിയേറിയ പ്രാർത്ഥന, കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥന, ഹന്ന പ്രാർത്ഥിച്ചതുപോലെ തന്നെ വളരെയധികം കണ്ണുനീരിൽ കുതിർന്ന ആ ഒറ്റക്കിരുന്നിട്ട് ഏകയായിരുന്നിട്ട് ഉള്ള പ്രാർത്ഥന അള്ളാഹു താലാക്ക് ഇഷ്ടപ്പെട്ടു. അള്ളാഹു താല ഒരു പുത്രനെ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സക്കരിയ നബിയോട് അറിയിക്കുകയാണ്, മലക്ക് വന്നിട്ട് അറിയിക്കുകയാണ്, താങ്കൾക്കൊരു പുത്രനെ തരാൻ അള്ളാഹു താല തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ സക്കരിയ നബിയുടെ പ്രായം 120ഉം ഭാര്യ ഇഷാഇൻ്റെ പ്രായം 98ഉമാണ്. അങ്ങനെ തനിക്കൊരു ആൺകുഞ്ഞ് ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ
അദ്ദേഹം പറഞ്ഞു, എൻ്റെ റബ്ബേ, എനിക്കെങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുക? എൻ്റെ ഭാര്യ മച്ചിയായിരിക്കുന്നു, ഞാൻ വളരെയേറെ വാർദ്ധക്യം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു പറഞ്ഞു, കാര്യം അങ്ങനെ തന്നെ. നിന്റെ റബ്ബ് പറയുന്നു, എനിക്ക് അത് നിസ്സാര കാര്യമാകുന്നു. മുമ്പ് താങ്കളെ നാം സൃഷ്ടിച്ചു, താങ്കൾ ഒരു വസ്തുവും ആയിരുന്നില്ല, ഒന്നുമായിരുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് താങ്കളെ ഞാൻ സൃഷ്ടിച്ചില്ലേ? അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം സക്കരിയ നബി അലൈഹി സ്വലാമിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ഇഷ, അതായത് സക്കരിയ നബിയുടെ ഭാര്യ, ഗർഭിണിയായി. അവർ നല്ല ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. പിന്നെ സൂറത്ത് മറിയം തുടരുന്നത് മറിയം റളിയല്ലാഹു അൻഹായുടെ കഥയാണ്. സക്കരിയ നബി ബൈത്തുൽ മുഖദ്ദസിലെ മറിയമിൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണാത്ത ജാതി പഴങ്ങൾ, ഇതുവരെ കാണാത്ത സൈസിലുള്ള പഴങ്ങൾ കുട്ടിയുടെ മുന്നിലിരിക്കുന്നു. അവളത് ഭക്ഷിക്കുന്നു. അങ്ങനെ പല ദിവസങ്ങളിലും, കൂടുതൽ ദിവസങ്ങളിലും കുട്ടിയുടെ മുന്നിൽ അങ്ങനെ കാണുന്നുണ്ട്. കുട്ടിക്ക് പാലും പഴവുമൊക്കെ ആരോ എത്തിച്ചു കൊടുക്കുന്നു. ഈ റൂമിലേക്ക് ആരും കയറരുത് എന്നാണ് കൽപ്പന. എന്നിട്ടും ഇവിടെ ആരാണ് ഇതൊക്കെ എത്തിച്ചു നൽകുന്നത്? കുട്ടിയോടത് ചോദിക്കാനാണെങ്കിൽ സക്കരിയ നബിക്ക് ആദ്യമൊന്നും തോന്നിയില്ല. മറ്റുള്ളവരോട് അന്വേഷിച്ചു, നമ്മുടെ കുട്ടിയുടെ മുറിയിലേക്ക് ആരെങ്കിലും പോവാറുണ്ടോ? ഇല്ല. ആരെങ്കിലും ഭക്ഷണം കൊണ്ടു കൊടുക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ഭക്ഷണം അവിടെ എത്തുന്നത്? കുട്ടിയോട് ചോദിച്ചു. സക്കരിയ നബിയോട് കുട്ടി പറഞ്ഞു, ഇത് എൻ്റെ റബ്ബ് എനിക്ക് തരുന്നതാണ് എന്ന് കുട്ടി വളരെ സിമ്പിളായിട്ട് തന്നെ മറുപടി പറഞ്ഞു. അപ്പോൾ വേനൽക്കാലത്ത് ഉണ്ടാകുന്ന പഴങ്ങളാണ് വർഷക്കാലത്ത് കുട്ടിക്ക് കിട്ടുന്നത്. വർഷക്കാലത്ത് കിട്ടുന്ന പഴങ്ങളാണ് വേനൽക്കാലത്ത് കുട്ടിക്ക് കിട്ടുന്നത്. സ്വർഗത്തിലെ പഴങ്ങളും അതിൻ്റെ ഇടയിൽ കാണാറുണ്ട്. സ്വർഗത്തിൽ അഴകും ഭംഗിയുമൊക്കെ പറഞ്ഞ പഴങ്ങളുണ്ട്. ആ പഴങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. ഇങ്ങനെ കുട്ടിക്ക് അല്ലാഹു തആല ആ റൂമിൽ ഇറക്കി കൊടുത്തിരുന്നു. അത് കുട്ടിയുടെ മറിയമിൻ്റെ ആദ്യത്തെ കറാമത്തുകളിൽപ്പെട്ടതാണ്. അത്രയും ചെറുപ്പത്തിൽ ഉള്ള കറാമത്തുകളിൽപ്പെട്ടൊരു കറാമത്താണത്. ഇനി നിങ്ങൾ എഴുതി വെക്കുക. എന്താണ് എൻ്റെ പെണ്ണുങ്ങൾ എഴുതി വെക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു. ലോകത്തുള്ള സ്ത്രീകളിൽ ഏറ്റവും ഉത്തമരായവർ 4 വനിതകളാണ്. ഒന്ന് ഇമ്രാൻ്റെ മകൾ മറിയം ബീവി, 2 ഫിർഔനിൻ്റെ ഭാര്യ ആസിയ ബീവി, 3 ഖുവൈലിദിൻ്റെ മകൾ ഖദീജ റളിയല്ലാഹു അൻഹ, 4 മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഈ 4 വനിതകളുടെ മേലിൽ എന്നും ഓരോരോ ഫാത്തിഹ ഓതിയിട്ട് നിങ്ങളുടെ പെൺമക്കളുടെ കാര്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊരിക്കലും വഴിപിഴച്ചു പോവുകയില്ല. അവർ ബർക്കത്തില്ലാത്തവരാവുകയില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് സന്ദർഭോചിതം ഓരോരോ അറിവുകൾ നിങ്ങളുടെ കൈകളിലേക്ക് പറയുകയാണ്, നിങ്ങളുടെ മനസ്സുകളിലേക്ക് എറിയുകയാണ്. നിങ്ങളത് ഏറ്റെടുക്കുമെന്നുള്ള ഉദ്ദേശത്തോടെ കഥ തുടരുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.